ഫ്രൂട്ട് ഇതിൻ്റെ പേര് ദുരിയാൻ പഴം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഡുറൈൻ ഫ്രൂട്ട് എന്ന് പറയും. ഇത് മലേഷ്യ, തായ്ലൻഡ്, ഇന്തോനേഷ്യ തുടങ്ങിയ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലാണ് സാധാരണയായിട്ട് കാണപ്പെടുന്നത്. ഇതിനകത്ത് നമുക്ക് അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിൽ ഡയറ്ററി ഫൈബർ ഉണ്ട്. അതായത് വയറിൻ്റെ സമ്മർദ്ദം ലഘൂകരിക്കാൻ അത് സഹായിക്കുന്നു. പിന്നെ കൂടാതെ ഇതിന് വളരെയധികം ഔഷധ ഗുണങ്ങളുള്ളതാണ്. അതായത് ഈ ഫ്രൂട്ടിൽ വിറ്റാമിൻ എ, വിറ്റാമിൻ സി, പ്രകൃതിദത്തമായ ആൻറ്റി ഓക്സിഡൻറ്റ്, ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്ന ബി കോംപ്ലക്സ്, പിന്നെ ഫോളിക് ആസിഡ്, തയാമിൻ, റൈബോഫ്ലാവിൻ, നിയാസിൻ, വിറ്റാമിൻ B6 എന്നിവ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ പൊട്ടാസ്യം, ഇരുമ്പ്, കാൽസ്യം, മാംഗനീസ്, സിങ്ക്, ഫോസ്ഫറസ് തുടങ്ങിയ ധാതുക്കളും ഇതിലുണ്ട്. പിന്നെ പ്രകൃതിദത്തമായ മൾട്ടി വിറ്റാമിനും മൾട്ടി മിനറൽ സപ്ലിമെൻറ്റുമാണ് ദുരിയൻ പഴം. കൊഴുപ്പിൻ്റെയും നാരുകളുടെയും സമ്പന്നമായ ഉറവിടം കൂടിയാണ് ഈ ഫ്രൂട്ട്. ദുരിയൻ പഴം രുചിയിൽ കേമനാണെങ്കിലും ഇതിൻ്റെ മണത്തിൽ അല്പം പ്രശ്നമാണ്. കാരണം ചീഞ്ഞ മുട്ടകളോട് സാമ്യമുള്ളതാണ് ഇതിൻ്റെ വാസന. ഈ ദുർഗന്ധം കാരണം പലരും ഇത് ഉപേക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഗുണങ്ങൾ നമുക്ക് വളരെയധികം നല്ലതാണ്. കാരണം അതിൻ്റെ ഡയറ്ററി ഫൈബറിൻ്റെ കാര്യം പറഞ്ഞാൽ വയറിലെ സമ്മർദ്ദം ലഘൂകരിക്കാനായിട്ട് സഹായിക്കുന്നതാണ്. പിന്നെ തയാമിൻ പ്രായമായവരുടെ വിശപ്പില്ലായ്മയും പിന്നെ പൊതുവായ ആരോഗ്യമൊക്കെ വർദ്ധിപ്പിക്കും. പിന്നെ ഉടലിലെ ദഹന പ്രക്രിയയെ ലഘൂകരിക്കുന്ന പെരിസ്റ്റാൾട്ടിക് ഇതിലുണ്ട്. അത് പെരിസ്റ്റാൾട്ടിക് ചലനത്തെ ഇത് ഉത്തേജിപ്പിക്കുന്നു. പിന്നെ ഗ്യാസ്, നെഞ്ചെരിച്ച് തുടങ്ങിയ പ്രശ്നങ്ങൾ ചികിത്സിക്കാനും ഇത് സഹായിക്കുന്നു. നമുക്കിതൊന്ന് പൊട്ടിച്ചു നോക്കാം. ഇത് നിങ്ങൾ എടുത്തിട്ടുണ്ട്. ഈ ഫ്രൂട്ടിൻ്റെ മാംസമായ ഭാഗങ്ങളാണ് നമുക്ക് ഭക്ഷ്യയോഗ്യം. അപ്പം ഇതിപ്പോൾ മിക്കവാറും എല്ലാ പച്ചക്കറി കടകളിലും ഈ സീസണിൽ ലഭ്യമാണ്. അതുകൊണ്ട് അതൊന്ന് പരിചയിച്ച് നോക്കുക, രുചിച്ച് നോക്കുക. ഇനിയും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.